നിങ്ങളുടെ ബോഡിക്ക് നിങ്ങൾ ഈവൻ 7 to 8 hours സ്ലീപ്പ് കൊടുത്തിട്ടും ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടോ? അതുപോലെ തന്നെ ഒരു ആക്ടിവിറ്റീസിലും പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹെഡ് ഏക്ക് വന്നിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ? ഇതൊക്കെ വരാനായിട്ട് കുറേ കാരണങ്ങളുണ്ടാവും. ബട്ട് നമ്മൾ ഇഗ്നോർ ചെയ്യണ ഏറ്റവും വലിയൊരു കാര്യം കൊണ്ടാണ് ഇത് വരാനുള്ള മെയിൻ ചാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതാണ് ഡീഹൈഡ്രേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബോഡിയിൽ ഏകദേശം 60% to 70% വാട്ടർ ആണെന്നുള്ള കാര്യം. റിസർച്ചേഴ്സ് പറയണത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു 60 to 70% ആ ഒരു വാട്ടർ കണ്ടന്റിൽ അല്ലെങ്കിൽ ആ ഒരു വാട്ടർ പെർസെൻറ്റേജിൽ ഒരു 1% അല്ലെങ്കിൽ 2% ലോസ് വന്നു കഴിഞ്ഞാൽ അത് ഓവറോൾ നമ്മുടെ ബ്രെയിനിന്റെ പെർഫോമൻസിനെയും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ബോഡിയുടെ പെർഫോമൻസിനെയും നല്ല രീതിയിൽ ബാധിക്കും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് വെള്ളം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവറോൾ ഒരു റീസണും ഇല്ലാണ്ട് ടയർഡ്നെസ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ മസിൽ ക്രാമ്പ്, അതുപോലെ തന്നെ ജോയിന്റ് പെയിൻ, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ എപ്പോഴും ഒരു ഗുഡ് എമൗണ്ട് ഓഫ് വാട്ടർ നമ്മുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. സോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വാട്ടർ അല്ലെങ്കിൽ വെള്ളം എത്രത്തോളമാണ് നമ്മുടെ ബോഡിയിൽ ഇമ്പോർട്ടൻറ്റ് എന്നുള്ള കാര്യം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് എല്ലാവരുടെയും ഒരു ഡൗട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് എത്രത്തോളം വെള്ളമാണ് നമ്മൾ ഒരു ദിവസം കുടിക്കേണ്ടത് എന്നുള്ള കാര്യം. നമ്മുടെ അടുത്ത് എല്ലാവരും പറയാറുള്ള കാര്യമാണ് നമ്മൾ ഒരു ദിവസം 3 അല്ലെങ്കിൽ 4 ലിറ്റർ വരെ വെള്ളം കുടിക്കണം എന്നുള്ള കാര്യം. ബട്ട് നമ്മളിപ്പോൾ വെള്ളം കുടിക്കുന്നത് കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും അത് പ്രശ്നമാണ്. സോ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ ബോഡി വെയിറ്റ്. നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ നമ്മുടെ ബോഡിയിൽ വേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ ക്ലൈമറ്റും ഡയറ്റും അനുസരിച്ചിട്ട് ഇത് മാറി മറിഞ്ഞും വരാം. ഒരു സിമ്പിൾ ഫോർമുലയിലൂടെ എത്രത്തോളം വെള്ളമാണ് നമ്മുടെ ബോഡിയിൽ വേണ്ടതെന്നുള്ള കാര്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ ബോഡി വെയിറ്റ് ഇൻറ്റു 0.033 ചെയ്ത് നോക്കിയാൽ എത്രത്തോളം ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആണ് നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾക്ക് വേണ്ടെന്നുള്ള കാര്യം പ്രോപ്പറായിട്ട് അറിയാൻ പറ്റും. എക്സാമ്പിൾ നിങ്ങളുടെ ബോഡി വെയിറ്റ് 60 kg ആണെന്നുണ്ടെങ്കിൽ 16 ഇൻറ്റു 0.033 ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഏകദേശം 2 ലിറ്ററിന് അടുത്തോളം വെള്ളം ആവറേജ് ഒരു 60 kg ഉള്ള ആൾ കുടിച്ചിരിക്കണം ഒരു ഡേ. ഇത്ര സിമ്പിളായിട്ട് നമ്മുടെ ബോഡിയിൽ എത്രത്തോളം വെള്ളമാണ് വേണ്ടതെന്നുള്ള കാര്യം അറിയാണ്ട് പറ്റും. ഇനി പറയാൻ പോണ കാര്യം ഇപ്പോഴും കുറേ പേര് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മിസ്റ്റേക്കും അതുപോലെ തന്നെ ഇപ്പോഴും കുറേ പേർക്ക് അറിയാൻ പാടാത്തൊരു കാര്യമാണ്. അതാണ് ഓവർ ഹൈഡ്രേഷൻ. വാട്ട് ഇഫ് ഐ ടോൾഡ് യു, നമ്മൾ ഓവർ ഹൈഡ്രേറ്റ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം തന്നെ ഒരുപാട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫിക്സ് വരെ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതായത് നമ്മൾ ഓവറായിട്ട് വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ യൂറിനിലൂടെ സോഡിയത്തിന്റെ അളവ് നല്ലോണം ലൂസ് ആവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബ്രെയിൻ സ്വെല്ലിങ്, ഫിക്സ്, അങ്ങനത്തെ കുറേ അധികം ഹെൽത്ത് ഡിസീസസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതെങ്ങനെ ഫിക്സ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ യൂറിന്റെ കളർ അനുസരിച്ചിട്ട് നമുക്കിത് സിമ്പിൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ യൂറിന്റെ കളർ ഒരു ലൈറ്റ് യെല്ലോയിഷ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പെർഫെക്റ്റ് സ്റ്റേജിലാണ്, നിങ്ങൾ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കേണ്ടത്. ആ ഒരു ലെവലിൽ തന്നെ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുക. രണ്ടാമത്തത് നിങ്ങളുടെ യൂറിന്റെ കളർ ക്ലിയർ ട്രാൻസ്പെറന്റ് ആ ഒരു വൈറ്റ് കളർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഓവർ ഹൈഡ്രേറ്റഡ് ആണെന്നാണ്. അതായത് നിങ്ങൾ ഓവറായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. മൂന്നാമത്തത് നിങ്ങളുടെ യൂറിന്റെ കളർ ഒരു ഡാർക്ക് യെല്ലോയിഷ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും വെള്ളം കുടിക്കുന്നില്ലെന്നാണ് അതിന്റെ അർത്ഥം. സോ എപ്പോഴും ആ ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറാണ് ആ ഒരു പെർഫെക്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു വീഡിയോയിൽ വാട്ടർ അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും എത്രത്തോളം വെള്ളമാണ് നമ്മൾ ഒരു ദിവസം കുടിക്കേണ്ടത് അതിനെക്കുറിച്ചും നമ്മൾ പ്രോപ്പറായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കാതെ ശ്രമിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ദാറ്റ്സ് ഓൾ.